അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു ഇരുണ്ട മുറിയിൽ 25 പന്തുകളുണ്ട്. 8 പച്ച, 7 ചുവപ്പ്, ബാക്കി വെളുപ്പ്. ഒരു കുട്ടി മുറിക്കുള്ളിൽ ചെന്ന് ഓരോ തവണ ഒരു പന്ത് വീതം എടുക്കുന്നു. എല്ലാ നിറങ്ങളുടെയും പന്തുകൾ ലഭിക്കാൻ കുറഞ്ഞത് എത്ര പന്തുകൾ എടുക്കണം? അപ്പൊ ഒരു ഇരുണ്ട മുറിയാണ്, വെളിച്ചമില്ല, കുട്ടിക്ക് അതിനകത്ത് ഏത് പന്താണുള്ളതെന്ന് അറിയില്ല. അപ്പൊ 25 പന്തുകൾ അതിനകത്തുണ്ട്. 8 എന്താണ്? പച്ച കളറാണ്. 7 എന്താണ്? ചുവപ്പ് കളറാണ്. ബാക്കി വെളുപ്പ്. അപ്പൊ 8 × 15, ബാക്കി 10 വെള്ള കളറാണ്. ഇനി ഒരു തവണ ഒരു പന്ത് വീതമാണ് കുട്ടി എടുക്കുന്നത്. പക്ഷെ കുട്ടിക്ക് എടുത്ത് കഴിഞ്ഞ് കുട്ടി എന്ത് ചെയ്യുന്നു? ഇതാണ് റൂം. റൂമിനകത്ത് പന്തുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുട്ടി എന്ത് ചെയ്യുന്നു? ഓരോ തവണ ഒരു പന്തായിട്ട് കളക്ട് ചെയ്യുന്നു. അടുത്ത തവണ രണ്ടാമത്തെ പന്ത്, പിന്നെ മൂന്നാമത്തെ പന്തായിട്ട് എടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ ഒന്ന് ചിലപ്പോൾ റെഡ് ആയിരിക്കും, ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും. അപ്പൊ കുട്ടിയുടെ അടുത്ത് ഈ പന്ത് 3 കളറുള്ള പന്തുകളും കുട്ടിയുടെ കയ്യിൽ വരണം. ഇങ്ങനെ വരണം. അങ്ങനെ കിട്ടണമെങ്കിൽ എത്ര തവണ പന്ത് എടുത്താലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് കുട്ടി ആദ്യം എടുക്കുന്നത് വെള്ളയായിരിക്കും, പിന്നെ എടുക്കുന്നതും വെള്ളയായിരിക്കും, പിന്നെ എടുക്കുന്നതായിരിക്കും പച്ച, പിന്നെയും പച്ച തന്നെ, പിന്നെയും വെള്ള തന്നെ, പിന്നെ ആയിരിക്കും ചിലപ്പോൾ ചുവപ്പ് കിട്ടുന്നത്. അപ്പോഴേ ഒരു പച്ചയും ഒരു വെള്ളയും ഒരു ചുവപ്പുമായിട്ട് മാറുള്ളൂ. അപ്പൊ എല്ലാ കളർ പന്തുകളും അപ്പോഴേ കുട്ടിയുടെ കയ്യിലെത്തുള്ളൂ. ഇങ്ങനെ കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര പന്ത് കുട്ടി എടുക്കണമെന്നാണ് ചോദ്യം. അപ്പൊ ഇത് നമുക്ക് തീരെ ഭാഗ്യമില്ലാത്തൊരു കുട്ടിയാണ് നമ്മൾ സങ്കല്പിക്കണം. തീരെ ഭാഗ്യമില്ലാത്ത ഒരു ലക്കില്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 8 തവണ ഉണ്ട്, 7 തവണ, 10 തവണ, ഇതാണ് നമ്മുടെ കയ്യിലെ നമ്പർ, കളറിന്റെ നമ്പർ. അപ്പൊ 10 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. അപ്പൊ തീരെ ഭാഗ്യമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ 10 തവണ പോയി 10 തവണ തിരിച്ചു വരുമ്പോഴും ആ കുട്ടിയുടെ കയ്യിൽ എന്തായിരിക്കും? വെള്ള കളർ ബോൾ ആയിരിക്കും. എന്നിട്ട് അടുത്ത തവണ പിന്നെ പോയിട്ട് 8 തവണ എടുക്കുന്ന സമയത്ത് 8 ഗ്രീൻ കിട്ടും. തീരെ ഭാഗ്യമില്ലാത്ത കുട്ടിയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഇതിൽ വൈറ്റ്, പിന്നെ ഗ്രീന്, മൂന്നാമത്തെ തന്നെ റെഡ് കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ സങ്കല്പിക്കാൻ പറ്റില്ല. നമുക്ക് തീരെ ഭാഗ്യമില്ലാത്തൊരു കുട്ടി ആയതുകൊണ്ട് ആദ്യത്തെ 10 തവണയും ആ കുട്ടി പോയപ്പോൾ 10 വെള്ള പന്ത് കിട്ടി. പിന്നെ 8 തവണ പോയപ്പോൾ 8 പച്ച പന്ത് കിട്ടി. അപ്പൊ 18 ഇനി ആ കുട്ടി പോകുമ്പോഴേ ആ കുട്ടിക്ക് മൂന്നാമത്തെ കളറായിട്ടുള്ള റെഡ് കിട്ടൂ. അപ്പൊ 10 കഴിഞ്ഞു, 8 ഗ്രീനും കഴിഞ്ഞു, എന്നിട്ട് കുട്ടി പോയപ്പോൾ കുട്ടിക്ക് മൂന്നാമത്തെ കളറായിട്ടുള്ള റെഡ് കിട്ടി. ഇതാണ് ഏറ്റവും ഭാഗ്യമില്ലാത്ത കുട്ടിയുടെ ഒരു സെനാരിയോ. അപ്പൊ എത്ര തവണ പോയി? 10 8 18, ഒന്നും 19ാമത്തെ തവണയാണ് കുട്ടിക്ക് മൂന്നാമത്തെ കളർ കിട്ടുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 19 തവണ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിക്ക് 3 കളറും കിട്ടും. ഇതിൽ വേസ്റ്റ് ആയിട്ടൊരു കേസ് വരാനില്ല. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 19 കിട്ടിയത്. എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.